ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. കാണുന്നവർക്കായിട്ട്, കാണാൻ വേണ്ടിയിട്ടായിട്ട് ചെറിയൊരു റിക്വസ്റ്റാണ്. എനിക്ക് ഒരു കാര്യത്തിലും അങ്ങനെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരാത്ത ഒരാളാണ് ഞാൻ. ദേഷ്യം വരുമോ എന്ന് ചോദിച്ചാൽ വരും, പക്ഷേ അങ്ങനെ ദേഷ്യം വരുന്ന ഒരാളല്ല. പക്ഷെ എനിക്കൊരു മെസ്സേജ് വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തേക്കാം എന്ന് കരുതി. എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നൊരു സംഭവമാണ്. എൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ചിലർ പറയും മാല കൊള്ളാം, ചിലർ പറയും കമ്മൽ കൊള്ളാം, ചിലർ പറയും വള കൊള്ളാം, അതെത്രയാണ്. ഇവരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എൻ്റെ നമ്പർ പബ്ലിക്കായിട്ടുള്ളൊരു സംഭവമാണ്. ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. എനിക്ക് വാട്സപ്പിൽ വന്നിട്ടാണ് എത്രയാണ്, എവിടുന്ന് മേടിച്ചതാണ്, അങ്ങനെ പിടിച്ചിട്ട് കുറേ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. ഞാനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളുടെ ഓർണമെൻറ്റ്സൊക്കെ നമ്മൾ ഇത്രയും മേക്കിംഗ് ചാർജൊക്കെ കൊടുത്ത് ഇത്രയും വെറൈറ്റി മേടിക്കുമ്പോൾ അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേപോലുള്ളൊരു സംഭവമാണ് എൻ്റെ പാദസരം. ഓരോ റീല് കഴിയുമ്പം മിനിമം ഒരാളെങ്കിലും എനിക്ക് മറ്റേ ഇൻബോക്സിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നൊരു സംഭവമാണ്. പാദസരം ഗോൾഡാണോ, എത്രയുണ്ട്, എവിടുന്ന് വാങ്ങിയ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പറയുന്നതിന് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് പാദസരം ഗോൾഡാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നു. ഞാൻ അതേ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ മെസ്സേജിന് മറുപടി കൊടുത്തതേ ഇല്ല. കൊടുക്കാതിരിക്കാൻ കാരണം എനിക്ക് ദേഷ്യം വന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയക്കുമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ എന്തോ ഒരു തിരക്കിലായി. ഞാൻ അയച്ചും കൊടുക്കാൻ തയ്യാറായിരുന്നു. പിന്നൊരു കാര്യം, എനിക്ക് സമാധാനത്തോടെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവൻ്റെ വൈഫ് ഈ പാദസരത്തിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചിട്ട് അവനെ സ്വീപ്പാക്കുന്നതെന്ന് ചോദിച്ചു. ഇവനെന്തിനാ എന്നോട് ഷൗട്ട് ചെയ്യുന്നേ? എനിക്കത് ഇഷ്ടമായില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒരു മറുപടി ഞാൻ കൊടുത്തിട്ടില്ല. പാദസരത്തിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ കുറേ ഫോട്ടോസ് ഇട്ട് ഒന്നോ രണ്ടോ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ വരെ ചെയ്തിട്ടതാണ്. ഞാൻ എങ്ങനെയാണ് പാദസരം മേടിച്ചത്, എവിടെ നിന്നാണ് ഉണ്ടാക്കിച്ചത്, എത്ര പവനാണ് എന്നുള്ളതൊക്കെ. ഇനിയിപ്പോൾ കാണാത്തവർക്കായിട്ടായി ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. പാദസരം വരുന്നത് 3.5 പവനാണ്. ഉണ്ടാക്കിച്ചത് എവിടെ നിന്നാന്ന് വെച്ചാൽ ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് താമരശ്ശേരി എന്നാണ് ഉണ്ടാക്കിച്ചത്. എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതേ മോഡൽ വേറൊരു പാദസരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ എനിക്ക് ആഗ്രഹം തീരാതെ കൊടുത്ത് കളയേണ്ട ഒരു പാദസരമായിട്ട് മാറിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അതേ മോഡൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ നെറ്റ് സെർച്ച് ചെയ്ത സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ വെള്ളിപ്പാദസരത്തിൻ്റെ കിട്ടിയത്. എനിക്ക് കിട്ടിയ മോഡൽ വെള്ളിപ്പാദസരമായിരുന്നു. ഞാൻ സെയിം സാധനം ഇതെനിക്ക് ഗോൾഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു. എൻ്റെ കാലിൽ നിലവിലുള്ളത് 3 പവനായിരുന്നു. അപ്പം അവിടുന്ന് ഷൗക്കത്ത് പറഞ്ഞ് 3.5 പവനോ 4 പവനോ ആയിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അന്ന് എൻ്റെ സിസ്റ്റർ ആവുന്നതും പറഞ്ഞതായി 4 ചെയ്തോ. ആ ഒരു സമയത്ത് 38,000 രൂപയാണ് ഗോൾഡിനുള്ളത്. അപ്പം 4 ചെയ്തോ എന്നോട് കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ആര് കാണാനാ, എനിക്കറിയോ ഇത് ഇത്ര ഹൈപ്പ് കയറും എന്നുള്ളത്. 4 കുറച്ചും കൂടി ഒരു കാഴ്ചയിൽ വരികയായിരുന്നു. അപ്പോൾ 3.5 പവനാണ് സംഭവം. പിന്നെ ചിലർക്ക് അറിയേണ്ട ഒരു സംഭവം, ഡെയിലി യൂസ് ചെയ്യുന്നതാണോ? ഞാനിപ്പം മേടിച്ചിട്ട് ഏകദേശം 1 വർഷത്തിൻ്റെ പുറത്തായി. ഞാൻ അന്ന് കാലിലിട്ട് എന്നല്ലാതെ പിന്നീട് എൻ്റെ കാലിൽ നിന്നും അത് ഊരിയിട്ടില്ല. ഊരിയിട്ടുണ്ട് ഒരിക്കൽ. ഇല്ല, ഊരിയിട്ടില്ല. ഹോസ്പിറ്റലിലായപ്പോൾ ഒന്നും ഊരിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. ഇല്ല, ICUവിൽ കിടക്കുമ്പോൾ ഊരിയിട്ടുണ്ടോന്ന്, ഊരിയോ ഊരിയില്ലെന്നോ ആയിക്കോട്ടെ. ഏതായാലും ഞാൻ കാലിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. മേ ബി എന്നോട് പറയുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ മലബാർ ഗോൾഡുകാരായി എന്തിന് ഈ കഴുത്തിലുള്ള മാല എന്നോട് ഡെയിലി യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. മേടിച്ചിട്ട് ഏകദേശം 4-5 വർഷമാവാറായി. ഈ ഒരു കമ്മൽ ഡെയിലി യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ ഡെയിലി യൂസ് ചെയ്തു. ഈ ഒരു വള ഡെയിലി യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു.
ഞാനത് ചെയ്തു. ഇനിയാണ് കാണാൻ പോകുന്നത്. ദേ ഈ വള പോയി. ഒരു സ്റ്റോൺ പോയപ്പം എൻ്റെ തള്ളക്കും തന്തക്കും അരുണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഡയമണ്ടിന് എന്താ പോയിൻ്റ് വെച്ചിട്ടെങ്ങാനാണ് പൈസ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ അത്രയും വലിയൊരു സ്റ്റോൺ വെക്കണമെങ്കിൽ 5000 6000 ആ റേഞ്ചിൽ വരുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 2 കൊല്ലം മുമ്പാണ്. ഇപ്പോൾ ഡയമണ്ടിൻ്റെ വില മാറ്റിയും മറിഞ്ഞൊക്കെ ഉണ്ടായല്ലോ. അന്ന് എന്നോട് ഊരി വെക്കാൻ പറഞ്ഞ് ഞാനത് കേട്ടില്ല. ഇന്നൊരു സ്റ്റോണോടെയും പോയി ഗായ്സ്. പൊന്നാര മക്കളെ പറയണ്ട. ഇന്നതും കൊണ്ട് ഞാൻ മലബാർ ഗോൾഡ് പോയി. ഞാൻ നടുവണ്ണൂർ മലബാർ ഗോൾഡ് ഉണ്ട്. നടുവണ്ണൂരല്ലേ, പേരാമ്പയല്ല. കൊണ്ടുപോകാൻ കൊടുത്തിട്ട് ഇപ്പോൾ ബാഗിലെങ്ങാനുണ്ട്. കണ എന്ന് പറയുന്നുണ്ട്. വലിയ വർത്തമാനം പറയാണ്ട് ATM കാർഡ് എടുത്ത് പേസിലായിട്ട് വെച്ച്. എനിക്കിനി എന്നോട് വർത്തമാനം പറയാനാവില്ല എന്നാണ് പറഞ്ഞത്. കാരണം അന്ന് ഞാൻ എന്നോട് ഊരി വെക്കാൻ പറഞ്ഞപ്പോൾ എനിക്കത് പറ്റൂല. ഇപ്പോൾ ഒരു സ്റ്റോണോട് കൊണ്ടുവച്ച് കളഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായോ എന്ന് ചോദിച്ചു. കാരണം ഫങ്ഷൻ ഉള്ളതാണ്. ഫങ്ഷന് ഞാൻ പൊതുവെ ഫാൻസിയാണ് യൂസ് ചെയ്യുക. എങ്കിൽ പോലും തലേ ദിവസമൊക്കെ എനിക്കിടണമല്ലോ. അപ്പോൾ എന്താവും അവസ്ഥ, 10 ദിവസം കൊണ്ട് അത് കിട്ടുമോ എന്നുള്ളതും സംശയമാണ്. അവിടെ കൊടുത്ത് അവർ അതിൻ്റേതായിട്ടുള്ള കല്ലൊക്കെ എടുത്ത് അത് ഫിറ്റ് ചെയ്തൊക്കെ കിട്ടുമ്പോഴേക്കും മിനിമം 10-15 ദിവസം പിടിക്കും. അങ്ങനെ 10-15 ദിവസം പിടിക്കുമെങ്കിൽ ഞാൻ സ്റ്റോൺ ഇല്ലാതെ ഇടാമെന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര ചീത്ത. പണ്ടത്തെ അത്ര ചീത്തയൊന്നും എന്നെ പറഞ്ഞിട്ടില്ല. സഞ്ജു ഉമ്മാൻ്റെ കാറിൽ പോയിട്ട് ഉമ്മാൻ്റെ പേഴ്സിന് ഉമ്മാൻ്റെ ATM കാർഡ് എടുക്കുക. അപ്പോൾ അവൻ ചോദിച്ച് കറുപ്പോ നീലേ ഏതെങ്കിലും ഒന്നും എടുക്കുക തന്നെ. എൻ്റെ അറിവ് വെച്ചിട്ട് പ്രീമിയാന്ന് തോന്നുന്നു കയ്യിലുള്ളത്. പറയണ്ട. ഏതായാലും ചീത്ത പറഞ്ഞില്ല, അത്ര തന്നെ. അന്ന് എനിക്ക് ഊരി വെച്ചാൽ മതിയായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. അപ്പോൾ അതൊന്നും എന്നോട് ഡെയിലി യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞൊരു സംഭവങ്ങളാണ്. ഞാൻ എൻ്റെ തോന്നിവാസം കൊണ്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നു എന്നുള്ളത് പറയാം. ഇതിൻ്റെ ഒരു കല്ല് പോയി കിടക്കുക. ഇത് നമ്മളെ ഡയമണ്ടിൻ്റെ മാലൻ്റെ സെറ്റാട്ടോ, അല്ല കമ്മലാട്ടോ. അതിൻ്റെ ഒരു പോയി കിടക്കുക. ഞാൻ മിണ്ടില്ല. എന്നോട് സ്ഥിരം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് മലബാർ ഗോൾഡ് പോകുന്ന സമയത്ത് ബിജിലിയേച്ചുണ്ട്. ബിജിലിയേച്ച് പ്രത്യേകിച്ച് പറയും, ജെസ്സിയെ ഡെയിലി യൂസ് ചെയ്യല്ലേ മോളെ. എന്തിന്? ഈ മലബാർ ഗോൾഡിലെ മാനേജറാണ്. ഞാൻ കമ്മൽ മേടിക്കാൻ പോയ സമയത്ത് കണ്ടീനു. ഏതാ എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചെടുത്തു. ഡെയിലി യൂസ് ചെയ്യാനാണോ? അപ്പം കുലിക്ക് ഇങ്ങോട്ട് തന്നെ ഉപയോഗിച്ചിട്ട് കംപ്ലൈൻ്റ് ആകാൻ പറഞ്ഞിട്ട് കൊണ്ടുവരാൻ കിട്ടോന്ന്. അവർക്കൊക്കെ അറിയാം ഞാൻ അവിടെ കൊണ്ടുപോയി ഞാൻ ചീത്ത പറയാനോ അവരെന്നെ ചീത്ത പറയാനോ നിൽക്കാറില്ല. കാരണം അവർക്കറിയാം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നു, അതിനാലെ പറ്റുന്നതാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരും ചീത്ത പറയില്ല, ഞാനും ചീത്ത പറയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആംഗ്ലേറ്റ് എന്നല്ലേ പറയാം, എന്തോ സാധനം പാദസരം. ദയവ് ചെയ്തിട്ട് എന്നെ കയറി ഭരിച്ചിട്ട് എന്നോട് മെസ്സേജ് അയക്കാൻ നിന്നാൽ ആർക്കും ഞാൻ മറുപടി തരില്ല. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് ഞാൻ. എൻ്റെ സ്വഭാവം ചില സമയത്ത് എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കും. അതാണ് ഞാൻ. ഓക്കെ, ടാ.